മാതൃഭൂമി യാത്രയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. യുക്രൈനിലെ കീവിനൊപ്പമാണ് യാത്രയുടെ സഞ്ചാരം. ഇത് നമ്മുടെ 327-ാം എപ്പിസോഡ്. യുക്രൈനിലേക്ക് എത്തുന്ന സഞ്ചാരികളെല്ലാം കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവിടേണ്ട ഒരിടമാണ് കീവ്. എന്തുകൊണ്ടും സമ്പന്നമായ കാഴ്ചകൾ. ഇന്നലകളിലേക്ക് നോക്കിയാലും ഈ നഗരത്തിന് പ്രാധാന്യമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ കാലത്തിന് ശേഷം ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിലേക്ക് യുക്രൈൻ മാറിയപ്പോൾ തലസ്ഥാന നഗരിയുടെ കാര്യത്തിൽ രണ്ടാമതൊരു ആലോചനയുടെ ആവശ്യം വേണ്ടി വന്നില്ല. നെയ്പറിന്റെ തീരത്തെ നഗരം ഭൂമിശാസ്ത്രം കൊണ്ടും സാംസ്കാരികമായ പ്രത്യേകതകൾ കൊണ്ടും പണ്ടുമുതലേ പ്രാധാന്യം നേടിയിരുന്നു. ഇന്ന് ഏതാണ്ട് 3 ലക്ഷത്തോളം പേർ കീവിൽ താമസിക്കുന്നുണ്ട്. ഭരണസിരാ കേന്ദ്രങ്ങളും പ്രധാന വിദ്യാഭ്യാസ വ്യവസായ സ്ഥാപനങ്ങളുമൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞയാഴ്ച നമ്മൾ ഈ നാടിന്റെ ഇന്നലകളെ പിടിച്ചുലച്ച, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ തന്നെ തലവര മാറ്റി എഴുതിയ ഒരു യുദ്ധത്തിന്റെ നേർചിത്രങ്ങളിലേക്കാണ് പോയത്. കീവിലെ മദർലാൻഡ് മോണ്യുമെന്റും വാർ മ്യൂസിയവും നമ്മോട് പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധകാലത്തെക്കുറിച്ചാണ്. യാത്രകൾ ചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നഷ്ടങ്ങളും വേദനകളും മാത്രം ബാക്കിയാകുന്ന യുദ്ധത്തിന്റെ മുറിവുകൾ കണ്ട ശേഷം നമ്മൾ കാഴ്ചകളുടെ ഓളങ്ങളിലേക്ക് പോയി. നെയ്പർ നദിയുടെ കൈവഴികളിലൂടെ ഒരു ഒഴുക്ക്. ബോട്ട് യാത്ര തീരനഗരത്തിന്റെ രസകരമായ കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ആദ്യം കീവിൽ കണ്ടിരിക്കേണ്ട ഒരിടത്തിലേക്കാണ് പോകുന്നത്. കീവിലെ സൂ. നഗരത്തിൽ നിന്നും ഏതാണ്ട് 6 കിലോമീറ്റർ സഞ്ചാരം. റോഡ് മാർഗവും മെട്രോ മാർഗവും ഇങ്ങോട്ടേക്കെത്താം. മെട്രോയിലാണ് വരുന്നതെങ്കിൽ ചെറിയൊരു ദൂരം നടക്കാനുണ്ട്. കീവ് സൂവിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള വഴിയിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കാം. ടൈലിട്ടു പാകിയ വൃത്തിയുള്ള വഴിയിലൂടെ 10 മിനിറ്റ് നടക്കുമ്പോഴേക്കും മൃഗശാലയുടെ പ്രധാന ഗേറ്റിലേക്ക് എത്തും. മൃഗങ്ങളുടെ ശില്പങ്ങൾ കവാടത്തിനോട് ചേർന്ന് ഇടം പിടിച്ചിരിക്കുന്നു. ഒരു സിംഹക്കൂട്ടമാണ് കാണുന്നത്. നമുക്കകത്തേക്ക് പോകാം. ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലായി ഒരു ജിറാഫിന്റെ ശില്പമുണ്ട്. ഒരു യഥാർത്ഥ ജിറാഫിന്റെ വലിപ്പം തന്നെയാണ് ശില്പത്തിനുമുള്ളത്. തലയെടുപ്പ് കാട്ടുകയാണ് കളർഫുൾ ജിറാഫ്. ടിക്കറ്റ് നിരക്കിലേക്ക് വന്നാൽ 5 വയസ്സ് വരെയുള്ളവർക്ക് പ്രവേശനം സൗജന്യമാണ്. മുതിർന്നവർക്ക് നമ്മുടെ 341 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഈ വിഭാഗത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്കടക്കമുള്ളവർക്ക് ഇളവുകളുമുണ്ട്. നമുക്ക് കീവ് സൂവിന്റെ അകക്കാഴ്ചകളിലേക്ക് പോകാം. യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൃഗശാലയിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്.
കേവ് സൂവിലെ നമ്മുടെ ആദ്യ കാഴ്ചയിലേക്ക് എത്തുന്നു. സിയാമാങ്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവരുടെ സാന്നിധ്യമുള്ളത്. ഗിബ്ബണുകളിൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാണിവർ. 1 മീറ്ററിലേറെ ഉയരം വയ്ക്കും. 14 കിലോയോളം ഭാരവും ഉണ്ടാകും പൂർണ്ണ വളർച്ചയെത്തും. കൈവിരലുകളുടെ പ്രത്യേകതയാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന്. കേവ് സൂവിൽ ഒരുക്കിയിരിക്കുന്ന വിശാലമായ കൂട്ടിലൂടെയുള്ള അവരുടെ സഞ്ചാരം കണ്ടാൽ അത് മനസ്സിലാവുകയും ചെയ്യും. വള്ളികൾ കണക്കെ സജ്ജീകരിച്ചിരിക്കുന്ന കയറുകളിലൂടെ അനായാസമാണ് അവർ നീങ്ങുന്നത്. വനമാണ് ഇവരുടെ തട്ടകം, ജീവിതം. വൃക്ഷശിഖരങ്ങളിലൂടെ അതിരുകളില്ലാതെ നീങ്ങുന്നവർ. പക്ഷേ ഇന്നിവർ വംശനാശ ഭീഷണിയിലാണ്. വനമില്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ് പ്രധാന കാരണം. ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമൊക്കെ പാം ഓയിൽ പ്ലാന്റേഷനായി വനം വെട്ടിവെളുപ്പിച്ചതോടെ സിയാമാങ് പ്രകൃതിക്ക് പുറത്തായി. കേവ് സൂവിലെ ഈ വലിയ കൂട്ടിൽ അവർ 8 പേരുണ്ട്. മൃഗശാലകളിലൂടെയുള്ള യാത്രകളെ വെറും കാഴ്ചകളാക്കരുത്. ഈ പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അത് നമ്മോട് പറയുന്നുണ്ട്. വഴിയോരത്തെല്ലാം പ്രകൃതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ഇവിടെ വാഴുന്ന ജീവജാലങ്ങളുടെ അവകാശത്തെ നമ്മൾ മാനിക്കണം. അത്തരം പ്രകൃതി പാഠങ്ങൾ പകരുന്ന കാര്യത്തിൽ കേവ് സൂ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തുന്നു. വിദ്യാർത്ഥികൾക്കായി നാച്ചുറൽ സെമിനാറുകളും മറ്റും സൂ സംഘടിപ്പിക്കാറുണ്ട്. ചില റിസർച്ച് വർക്കുകളും പഠനങ്ങളും സൂവിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു മൃഗശാല എന്ന പേരിൽ ഒതുങ്ങി നിൽക്കാതെ പ്രകൃതിക്ക് കാവലാക്കാനുള്ള ശ്രമങ്ങളിലാണ് കേവ് സൂ. നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു തടാകക്കരയിലാണ്. ഒരു കൃത്രിമ തടാകം. പച്ചപ്പിന്റെ ചുറ്റുവട്ടത്തിൽ ഒരു കൈക്കുമ്പിൾ തടാകം. അതിൽ നിറയെ വർണ്ണ മത്സ്യങ്ങൾ. കാഴ്ചകൾ കാണാനായി പ്രത്യേകം ഒരു വ്യൂ പോയിന്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ അക്വേറിയങ്ങളിലൊക്കെയാണ് മത്സ്യങ്ങളെ കാണാറ്. ഇവിടെ അവർക്കായി ഒരു വലിയ കുളം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. പായലുകളുടെ പച്ചപ്പൊക്കെ ഭക്ഷിച്ച് കൂട്ടം കൂട്ടമായി അവർ കുളത്തിൽ നീന്തി തുടിക്കുന്നു. സ്വല്പം ക്ഷമയുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ അടുത്തും കാണാം. ഫാൻസി കാർപ്പ് വിഭാഗത്തിൽപ്പെട്ട മീനുകളാണ് ഇവിടെയുള്ളവയിൽ അധികവും. ഏതാണ്ട് 13 ബ്രീഡുകളിലായി വ്യത്യസ്ത കളർ കോമ്പിനേഷനുകളിൽ കാർപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലും ഒരു വളർത്തു മത്സ്യം എന്ന നിലയിൽ ഇവരുടെ സാന്നിധ്യമുണ്ടല്ലോ. ജപ്പാനിലും ചൈനയിലുമൊക്കെ ഫാൻസി കാർപ്പുകളെ വളർത്തുന്ന ശീലമുണ്ട്. മീനുകളെ കാണുന്നതിനൊപ്പം ഈ തടാക കാഴ്ചയും ആസ്വാദ്യകരമാണ്. പ്രകൃതിയെ അത്രമേൽ ശ്രദ്ധയോടെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് ഇവിടെ. ഓരോ കാഴ്ചകളെയും ബന്ധിപ്പിക്കുന്ന വഴികളിൽ ഇക്കാണും വിധം കോഫി ഷോപ്പുകളും സുവനീർ ഷോപ്പുകളും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത മൃഗത്തിന്റെ അടുത്തേക്ക് പോകാം. ഓരോ കൂടുകൾ തമ്മിലും നിശ്ചിത ദൂരം പാലിച്ചിട്ടുണ്ട്. അൽപ്പക, അതാണ് പേര്. ടൈലപ്പോഡ ഉപഗോത്രത്തിൽപ്പെടുന്ന സസ്തിനിയാണ്. ഒട്ടകവും ഇതേ ഗോത്രത്തിൽ നിന്നുള്ളവരാണെന്ന് കൂടി സൂചിപ്പിക്കട്ടെ. പർവ്വത താഴ്വരകളിൽ കൂട്ടമായി മേഞ്ഞു നടക്കുകയാണ് ഇവരുടെ രീതി. അർജന്റീനയിലും പെറുവിലും ബൊളിവിയയിലും ചിലിയിലും ഇക്വഡോറിലുമൊക്കെ ഇവരെ കാണാം. അടുത്തതായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് അമേരിക്കൻ കാട്ടുപോത്താണ്. വടക്കേ അമേരിക്കയിലെ പുൽമേടുകളാണ് ഇവരുടെ വിഹാര കേന്ദ്രം. ബോവിഡെ കുടുംബത്തിലാണ് അമേരിക്കൻ ബൈസൺ ഉൾപ്പെടുന്നത്. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും കാട്ടുപോത്തുകൾ ഇവരിൽ നിന്നും വ്യത്യസ്തരാണ്. കാഴ്ചയിൽ തന്നെ ഇവരുടെ ഭീമാകാരമായ രൂപത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപമൊക്കെ കിട്ടിയിരിക്കുമല്ലോ. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഏതാണ്ട് 2 മീറ്ററോളം ഉയരം വയ്ക്കും. ഭാരക്കണക്ക് പറഞ്ഞാൽ 750 കിലോയിലേറെ വരും. ഒരു കാലത്ത് അമേരിക്കൻ കാട്ടുപോത്തുകൾ ധാരാളമായി ഉണ്ടായിരുന്നു. എന്നാൽ തോലിന് വേണ്ടിയും മറ്റും ഇവരെ കശാപ്പ് ചെയ്തതോടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 19-ാം നൂറ്റാണ്ടിൽ വൻതോതിൽ ഈ മൃഗം വേട്ടയാടപ്പെട്ടിട്ടുണ്ട്.
നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. സൂവിൻ്റെ അടുത്ത സെക്ഷൻ എന്ന് തന്നെ പറയാം. ഈ യാത്രക്കിടെ കീവ് സൂവിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കട്ടെ. ആകെ 90 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ സൂ. സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും ധാരാളിത്തമുള്ള മൃഗശാലകൾ വിരളമാണ്. 1907 മൃഗശാലയുടെ തുടക്കം. പതിയെ പതിയെ സൂ സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു. 2017 സൂ അടിമുടി മാറുന്ന നടപടികൾ തന്നെ നടപ്പാക്കിയെന്ന് പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൃഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് ഇവിടെ പ്രത്യേക ഊന്നൽ. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, വനവൽക്കരണത്തിൻ്റെ പ്രാധാന്യം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. യുവാക്കളുടെ നേതൃത്വത്തിലുള്ള പഠന ഗ്രൂപ്പുകൾ സൃഷ്ടിച്ച് ഈ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തോട് പങ്കുവയ്ക്കുന്നുണ്ട് കീവ് സൂ. നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആടുകൾക്കായുള്ള ഇടമാണിത്. ആടുകളെ അടുത്തെറിയാൻ ഇവിടെ കുട്ടികൾക്കും അവസരമുണ്ട്. ഇവിടെ നിന്നും ആടുകൾക്കായുള്ള തീറ്റ വാങ്ങാം, നേരെ കൂട്ടിലേക്ക് കയറാം, ആടുകൾക്കൊപ്പം അല്പനേരം ചിലവിടുകയും ആവാം. അവർ നിങ്ങൾക്കരികിലേക്ക് വരും. വലൈസ് ബ്ലാക്ക് നെക്ക് ഗോട്ട്, ഡൊമസ്റ്റിക് ഗോട്ട്, ഡ്വാഫ് ഗോട്ട്, അങ്ങനെ 3 വിഭാഗത്തിൽപ്പെട്ട ആടുകളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത്. ഇങ്ങനെ ഒരു തുറസിൽ മൃഗങ്ങൾക്കൊപ്പം ചിലവിടാനുള്ള അവസരമെന്ന നിലയിലാണ് ഈ കോമ്പൗണ്ട് ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം നിശ്ചിത എണ്ണം സന്ദർശകരെ അകത്തേക്ക് കടത്തിവിടും. മാതൃഭൂമി യാത്രയുടെ ഫ്രെയിമിലേക്കുള്ള ഈ ആടിൻ്റെ വരവ് തീറ്റ തേടിയാണ്. കയ്യിൽ നൽകാൻ ക്യാമറ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരിടവേള എടുക്കാം, പെട്ടെന്ന് മടങ്ങിയെത്താം. പ്രിയ പ്രേക്ഷകരെ, കീവ് സൂവിനൊപ്പമുള്ള യാത്ര നമുക്ക് തുടരാം. ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്നുള്ള മൃഗങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടതിൽ അധികവും. വിവിധ മേഖലകളിൽ നിന്നായി ഒട്ടേറെ മൃഗങ്ങൾ ഇവിടെയുണ്ട്. കീവ് സൂവിനെ വ്യത്യസ്തമാക്കുന്നതും ഇത്തരം മൃഗങ്ങളുടെ സാന്നിധ്യമാണ്. അടുത്തതായി ഒരു കുതിരയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഒരു മംഗോളിയൻ വൈൽഡ് ഹോഴ്സ്, ഷെവാസ്കീസ് ഹോഴ്സ്, ടക്കി എന്നും വിളിപ്പേരുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്നവരിൽ പ്രധാനികളാണിവർ. ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ടക്കി. മധ്യേഷ്യയാണ് ഇവരുടെ കേന്ദ്രം. നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോയാലോ. മൃഗശാലയിലെ പ്രകൃതിയെ ആസ്വദിച്ച് നടന്നു പോകുന്നവരാണ് അധികമെങ്കിലും ഇവിടെ ടോയ് ട്രെയിനുകളുമുണ്ട്. ടിക്കറ്റ് എടുത്താൽ സൂ മുഴുവൻ ചുറ്റിയടിച്ച് കാണാം. എല്ലാ കൂടുകൾക്ക് മുന്നിലും സ്റ്റോപ്പുണ്ട്. കാഴ്ച കണ്ടതിന് ശേഷം അടുത്ത വണ്ടിക്കായി കാത്തിരിക്കാം. കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് ഇത്തരം കുഞ്ഞു കൗതുകങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. മൃഗങ്ങളുടെ ലോകത്ത് കൂടെയുള്ള സഞ്ചാരം കൂടുതൽ രസകരമാക്കാനുള്ള വിദ്യകൾ. ബ്രൗൺ ബിയർ ആണ് അടുത്തതായി കൂട്ടുകൂടാൻ എത്തുന്നത്. തവിട്ടുകരടിക്കായി വലിയൊരു കൂട് തന്നെ ഒരുക്കിയിരിക്കുന്നു. കൂട്ടിൽ ചെറിയൊരു കുളവുമുണ്ട്. കാത്തിരുന്നാൽ വെള്ളത്തിലിറങ്ങിയുള്ള കരടിയുടെ കസർത്തുകളൊക്കെ നമുക്ക് കാണാം. യുറേഷ്യയിലും വടക്കൻ അമേരിക്കയിലും ബ്രൗൺ ബിയറിന്റെ സാന്നിധ്യമുണ്ട്. ഏഷ്യയുടെ വടക്കൻ മേഖലകളിലും മധ്യ ഹിമാലയത്തിലും ഭൂട്ടാനിലും ബ്രൗൺ ബിയറിനെ കണ്ടുവരുന്നു. കാലാവസ്ഥയുടെ വ്യതിയാനമനുസരിച്ച് നിറത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലാണ് ഇവരെ കാണാറ്. ചൈനയിലേക്ക് എത്തുമ്പോൾ മഞ്ഞ നിറത്തിനാണ് പ്രാമുഖ്യം. ഇവർക്ക് ശരാശരി 180 കിലോ ഭാരം വരും. ഇവിടെ കീവ് സൂവിൽ വെള്ളത്തിലിറങ്ങിയുള്ള ഇവരുടെ ചേഷ്ടകൾക്കാണ് ആരാധകർ കൂടുതൽ. പകൽ സമയങ്ങളിൽ അധിക സമയവും ഇവ വെള്ളത്തിലാണ് ഉണ്ടാവുക. മാനുകളുടെ കൂട്ടവും ഇവിടെയുണ്ട്. വിവിധ തരത്തിൽപ്പെട്ട മാനുകൾ, ഓരോന്നിനും പ്രത്യേകം കൂടുകളുണ്ട്. ഇവർക്ക് തീറ്റ കൊടുക്കുന്ന സമയങ്ങളിൽ കുറച്ചുകൂടെ അടുത്ത് കാണാൻ സാധിക്കും. ഈ കാണുന്നത് പിയറ്റ് ഡാവിഡ്സ് ഡീർ, മിലു എന്നും വിളിക്കാം. ചൈനയിൽ നിന്നാണ് ഇങ്ങെത്തിയിരിക്കുന്നത്. വംശനാശത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇവരെന്ന് പറയാം. നമ്മളിനി പോകുന്നത് പക്ഷിക്കൂട്ടങ്ങളുടെ അടുത്തേക്കാണ്. സൂവിൽ പക്ഷികൾക്കായി പ്രത്യേക മേഖല ഒരുക്കിയിട്ടുണ്ട്. ഗ്രേറ്റർ ഫ്ലെമിംഗോകളുടെ ലോകമാണിത്. കൂടെന്ന് പറയാൻ പറ്റില്ല, അവർക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്.
കൃത്രിമ തടാകത്തിൽ ഇര തേടി നടക്കുകയാണവർ. വലിയ അരയനക്കൊക്ക്, വലിയ പൂനാര എന്നൊക്കെ വിളിപ്പേരുകളുണ്ട്. രാജഹംസം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും ഇവരുടെ സാന്നിധ്യം കാണാം. കൂട്ടം കൂട്ടമായാണ് ഇവരുടെ സഞ്ചാരം. ചതുപ്പ് നിലങ്ങൾ, ഉപ്പിന്റെ അംശമുള്ള തണ്ണീർത്തടങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഫ്ലെമിംഗോകളെ കണ്ടുവരാറുണ്ട്. ഗ്രേറ്റർ ഫ്ലെമിംഗോകൾ മാത്രമല്ല ഇവിടെയുള്ളത്, ഒട്ടേറെ പക്ഷികളുണ്ട്. ചിലർ കൂട്ടിലാണ്. വലിയ ദൂരങ്ങളിലേക്കൊന്നും പറക്കില്ലെന്ന് ഉറപ്പുള്ളവർ തുറസ്സുകളിലൂടെ അലയുന്നത് കാണാം. കീവ് സൂവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. വലിയ പ്രദേശമായതിനാൽ സ്ഥലപരിമിതിയുടെ പ്രശ്നമില്ല. കീവ് സൂ ഒരു മാതൃകയാണെന്ന് തന്നെ പറയാം. അവർ കൈയൊരുക്കിയ വാസസ്ഥലം അത്രമേൽ പ്രകൃതിയോട് നീതി പുലർത്തുന്നു. അടുത്ത കാഴ്ചയിലേക്ക് എത്തുകയാണ് നമ്മൾ. നമ്മുടെ നാട്ടുകാരനാണ് കൂട്ടിലുള്ളത്, ഇന്ത്യൻ ആന. കൊമ്പന്റെ കുസൃതികൾ ആസ്വദിക്കുന്ന വിദേശികളെ കാണുമ്പോൾ ഇന്ത്യക്കാരനെന്ന നിലയിൽ ഒരു രസമൊക്കെ തോന്നും. യൂറോപ്യൻ രാജ്യങ്ങളിലെ മൃഗശാലകളിൽ ഏഷ്യൻ ആനകൾ സ്ഥിരം സാന്നിധ്യമാണ്. ആനച്ചന്തം ആസ്വദിക്കാം നമുക്ക്. കീവ് സൂവിൽ ഇപ്പോൾ ഒരു ആനയേ ഉള്ളൂ. വലിയ കൂട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും കുറുമ്പിനൊരു കുറവുമില്ല. കീവ് സൂവിൽ ഇനിയുമേറെയുണ്ട് കാഴ്ചകൾ. നമുക്കൊരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇനി വരാനുള്ളത് സൂവിലെ VIP-കളാണ്. കാത്തിരിക്കുക. കീവ് സൂവിലെ വിശേഷങ്ങൾക്കൊപ്പമുള്ള യാത്ര നമുക്ക് തുടരാം. നേരത്തെ പറഞ്ഞതുപോലെ സൂവിലെ VIP-കളാണ് ഇനി വരാൻ പോകുന്നത്. അടുത്തതായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരു ആമയാണ്. ആഫ്രിക്കൻ സ്പെർ ടോട്ടോയിൽസ്, സുൽക്കേറ്റ ടോട്ടോയിസ് എന്നും ഇവർക്ക് പേരുണ്ട്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ആമവർഗത്തിന്. വലുപ്പത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാണിവർ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിഭാഗത്തിലാണ് ഇവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കൊപ്പം പെട്രേഡും ഇവർക്ക് തിരിച്ചടിയാകുന്നു. മൃഗശാലകളുടെ കാര്യമെടുത്താൽ ഇവരുടെ സാന്നിധ്യം വിരളമാണെന്ന് പറയാം. അടുത്ത കാഴ്ചകളിലേക്കുള്ള വഴിയിലാണ് ഈ ഇരിപ്പിടങ്ങൾ കണ്ടത്. മൃഗങ്ങളുടെ രൂപത്തിലാണ് ഇരിപ്പിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ചുവടിലും കൗതുകങ്ങൾ നിറച്ചിരിക്കുന്നു കീവ് സൂ. നടപ്പാതകളും മറ്റുമായി സൂവിലേക്ക് എത്തുന്നവർക്ക് ഒരു ദിനം ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. അടുത്തതായി നമ്മൾ എത്തുന്നത് കടുവക്കൂട്ടിലേക്കാണ്. ഏഷ്യയാണ് കടുവകളുടെ കേന്ദ്രം. ഒട്ടേറെ ഉപവർഗങ്ങളുണ്ട് കടുവ കുടുംബത്തിൽ. ഒരു യൂറോപ്യൻ രാജ്യം എന്ന നിലയിൽ യുക്രൈനിലെ ഈ മൃഗശാലയിൽ കടുവയ്ക്ക് പ്രാദേശികമായി ഒട്ടേറെ ആരാധകരുണ്ട്. കാടടക്കി വാഴുന്ന കടുവ ഇവിടെ കീവ് സൂവിലെ വിശാലമായ കൂട്ടിൽ വാഴുകയാണ്. കടുവക്കൂട്ടിൽ നിന്നും ഒത്ത പോരാളിയിലേക്കാണ് നമ്മൾ പോകുന്നത്, സിംഹത്തിന്റെ അടുത്തേക്ക്. ആഫ്രിക്കൻ ലയണിനെയാണ് ഈ കാണുന്നത്. ആഫ്രിക്കയും ഏഷ്യയുമാണ് സിംഹങ്ങളുടെ കേന്ദ്രമായി കണക്കാക്കുന്നത്. ഏഷ്യയിൽ ഇന്ത്യയിലെ ഗിർ വനത്തിലാണ് സിംഹങ്ങളുടെ സാന്നിധ്യമുള്ളത്. വൈകുന്നേരത്തിന്റെ ആലസ്യത്തിലേക്ക് വീഴുന്ന നേരമാണെന്ന് തോന്നുന്നു. വിശ്രമത്തിലാണ് സിംഹങ്ങൾ. കീവ് സൂവിന്റെ ഒരു പ്രത്യേകത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന മൃഗങ്ങൾ ഇവിടെയുണ്ട് എന്നതാണ്. നിലനിൽപ്പ് അപകടകരമെന്ന് വിലയിരുത്തപ്പെടുന്ന മൃഗങ്ങൾക്കാണ് സൂവിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. സിംഹത്തിന്റെ സ്ഥിതിയും മറിച്ചല്ല. സംരക്ഷിത വനപ്രദേശങ്ങളിലും ദേശീയോദ്യാനങ്ങളിലുമുള്ള സിംഹങ്ങളെ മാറ്റി നിർത്തിയാൽ പരിതാപകരമാണ് അവസ്ഥ. കാട്ടിലെ രാജാവെന്നൊക്കെ നമ്മൾ കഥയിൽ വിശേഷിപ്പിക്കുന്ന സിംഹസാന്നിധ്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. സംരക്ഷണ ശ്രമങ്ങൾ വിജയം കാണുന്നുവെന്ന പ്രതീക്ഷ മാത്രമാണുള്ളത്. സിംഹക്കൂട്ടിൽ നിന്നും ഗൊറില്ലയുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. വെസ്റ്റേൺ ഗൊറില്ലയാണ് ഈ കാണുന്നത്. കാമറൂൺ, കോങ്കോ, അങ്കോള തുടങ്ങിയ ഇടങ്ങളിലാണ് ഇവരുടെ സാന്നിധ്യം. കൂട്ടം കൂട്ടമായാണ് ഗൊറില്ലകളുടെ ജീവിതം. കാടിന്റെ ഉൾപ്പച്ചപ്പുകളിൽ ജീവിതമുറപ്പിക്കുന്നവർ. ഇവിടെ കീവ് സൂവിൽ ഒരു ചെറുകൂട്ടിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ചില്ലിനപ്പുറത്തിരുന്ന് ഗൊറില്ല കാട്ടുന്ന ചേഷ്ടകൾ കാണാം. ഗൊറില്ലകളെ വംശനാശ ഭീഷണി നേരിടുന്നവരുടെ പട്ടികയിൽ റെഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമാണ് കാര്യങ്ങളെന്ന് ചുരുക്കം. ഗൊറില്ലകളുടെ സാന്നിധ്യമുള്ള രാജ്യങ്ങളിലെ അരക്ഷിതമായ സാഹചര്യങ്ങളിൽ
ഇവരുടെ സംരക്ഷണം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. എബോള വൈറസ് ബാധയും ഗൊറില്ലകൾക്ക് ഭീഷണിയാകുന്നു. അങ്ങനെ വേട്ടയടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഗൊറില്ലകളുടെ ജീവന് വെല്ലുവിളിയാണ്. ഗൊറില്ലകളുടെ വിശേഷങ്ങളിൽ നിന്നും നമ്മൾ ജിറാഫുകളുടെ ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ കൂട് തന്നെ ഒരുക്കിയിട്ടുണ്ട് ജിറാഫുകൾക്കായി. അങ്ങനെ ഒട്ടേറെ പേരുണ്ട് കേവ് സൂവിൽ കാണാനായി. മാതൃഭൂമി യാത്രയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കേവ് സൂവിലേക്ക് വരുന്നവരോട് ചില കാര്യങ്ങൾ പറയട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സൂ ആണ്, ഒട്ടേറെയുണ്ട് കാണാൻ. യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പരമാവധി സമയം നീക്കിവെക്കാൻ നോക്കുക. ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ താല്പര്യമുള്ളവരും വിദ്യാർത്ഥികളും കേവ് സൂവിനെ സമീപിക്കേണ്ടത് അത്തരത്തിലാണ്. ഇവിടെയുള്ള മൃഗങ്ങളിൽ അധികവും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. ഈ വിഷയത്തിൽ തികച്ചും ആധികാരികമായ ഒട്ടേറെ പഠനങ്ങളും കേവ് സൂവിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. സാധാരണഗതിയിൽ കാഴ്ചകൾക്കായുള്ള ഇടമെന്ന നിലയിലാണ് മൃഗശാലകളെ വിലയിരുത്താറ്. എന്നാൽ ഇവിടെ കേവ് സൂവിൽ അത് ഗൗരവമുള്ള പഠനങ്ങൾക്കുള്ള വേദി കൂടിയാണ്. പഠനങ്ങൾക്കാണ് പ്രഥമ പരിഗണന. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്കെത്തുന്ന സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളാകുന്നത്. കേവ് സൂവിലെ വിശേഷങ്ങൾ പ്രേക്ഷകർ ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. യുക്രൈനിലെ മറ്റൊരു കാഴ്ചയുമായി അടുത്തയാഴ്ച കാണാം.